ഹേ ഡിയേഴ്സ്, പാ ചായ കുടിക്കാം. ഫാമിലിയുടെ കൂടെ പച്ചപ്പും ചെടികളൊക്കെ കണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തോന്നിയത് എന്നാൽ പിന്നെ നിങ്ങളും കൂടി ഈ മലയും പച്ചപ്പൊക്കെ ഒന്ന് കാണിച്ചാലോ എന്ന്. അപ്പോഴാണ് കേട്ടോ എൻ്റെ ഉമ്മച്ചി എന്നോട് പറഞ്ഞത് എന്തെങ്കിലും കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ. അപ്പം പിന്നെ കാര്യമായിട്ട് എന്താണ് കാണിക്കാമെന്ന് ആലോചിച്ചപ്പോൾ ആകെ ഇവിടെ കാര്യമായിട്ട് കാണിക്കാനുള്ളതും എൻ്റെ ഉമ്മ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിട്ടുള്ള ഒരു സ്ഥലമാണ് എൻ്റെ ഉമ്മാൻ്റെ കൃഷി. അപ്പോൾ പിന്നെ അത് കാണിക്കാമെന്ന് തന്നെ വിചാരിച്ചു. എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സബ്ജക്റ്റാണ് കൃഷി, എന്നാലും ഞാൻ കാണിക്കാം. ഇതെന്നിട്ടാ തക്കാളി ചെടിക്ക് സാരി ഉടുപ്പിച്ച് കൊടുത്തൊക്കെ അങ്ങനെ ചോദിക്കാൻ ആരും നിൽക്കണ്ട. ഇത് വേറെ ഒന്നുമല്ല, വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മച്ചി ഇങ്ങനെ സാരി ഉടുപ്പിച്ച് കൊടുത്തേക്കുന്നതാട്ടാ. ഞാൻ വെയിലുണ്ടാകും പോലും എൻ്റെ ഉമ്മക്ക് ഇത്രയ്ക്ക് വിഷമമൊന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയ്ക്ക് സ്നേഹമാണ് ഈ പച്ചക്കറികളോടൊക്കെ. ഇന്ന് ഞങ്ങൾക്ക് കോളിഫ്ലവറിൻ്റെ ചില്ലുഗോപി കറിയൊക്കെ ആയിരുന്നു കേട്ടാ, ഞങ്ങളുടെ പറമ്പിലുണ്ടായതാണ്. എൻ്റെ ഉപ്പച്ചും അപ്പൂസും പുറത്ത് കാറ്റൊക്കെ കൊണ്ട് ചില്ല് ചെയ്യാണ്. പൊന്നൂസ് പിന്നെ ഇവിടെ എന്തോ കുറുമ്പ് ഒപ്പിക്കുന്നുണ്ട്. എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്, ഹൈ റേഞ്ച് ഏരിയയാണ്, പക്ഷെ തണുപ്പില്ല കേട്ടോ. പിന്നെ ആനയും പുലിയും മാനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ണ് തെറ്റിയ കുറുമ്പ് ഒപ്പിക്കുന്ന ഒരാളിവിടെ ഉണ്ട്. ഇതാ ഞാൻ ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ പാവയുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ ഉമ്മച്ചി ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറികൾ തന്നെയാണ് കേട്ടോ കറിയൊക്കെ വെച്ച് തരാറ്. പുറത്തുനിന്ന് കിട്ടണതിലൊക്കെ വിഷമാണല്ലോ അപ്പോൾ പിന്നെ വീട്ടിലുണ്ടാക്കുന്നതല്ലേ നല്ലത്. പിന്നെ ഇതാ ഞങ്ങളുടെ ചായ കുടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മ സെയിം ഈവനിങ് റുട്ടീനായിട്ടുള്ള ഉമ്മയുടെ കൃഷിപ്പണിയിലോട്ട് കടന്നിട്ടുണ്ട്. ഇന്ന് പിന്നെ ഇത്രയ്ക്കേ ഉള്ള വീഡിയോ. അപ്പോൾ ശരി, വേറെ വീഡിയോയിലോട്ട് കാണാം. ബൈ.